ട്രംപ് സെലൻസ്കി ഈ രണ്ട് വിഭാഗത്തിനും ഇടയിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. മറുവശത്ത് റഷ്യ സീസ്ഫയർ ഡീലിന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ഉക്രൈൻ എന്തെല്ലാം ചെയ്യണം? ഇതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ക്രെംലിൻ സോഴ്സസിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ സെലൻസ്കി അമേരിക്കയ്ക്ക് ഒരു വലിയ ഓഫർ നൽകിയിട്ടുണ്ട്. സാധാരണ അമേരിക്കയാണല്ലോ സെലൻസ്കിക്ക് ഓഫർ നൽകുന്നത്. ഇപ്പോൾ സെലൻസ്കി എന്ത് ഓഫറാണ് അമേരിക്കയ്ക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഡ്രോൺ വാർഫെയർ നോക്കിയാൽ ഉക്രൈൻ ഒരു ഉയർന്ന സ്ഥാനത്താണുള്ളത്. ഒഫൻസീവ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ആ രീതിയിലായാലും അല്ലെങ്കിൽ ഡ്രോണിനെതിരെ ഉപയോഗിക്കുന്ന ആന്റി ഡ്രോൺ ഓപ്പറേഷൻസിലായാലും ഉക്രൈൻ ഇന്ന് ആഗോളതലത്തിൽ ഒരു മികച്ച രാജ്യമായി മാറിയിട്ടുണ്ട്. അതും റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം. ഞങ്ങളുടെ പക്കലുള്ള ഈ ടെക്നോളജി, സ്വാം ഡ്രോൺ ടെക്നോളജി, ഞങ്ങൾ അമേരിക്കയുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അമേരിക്കയും ഉക്രൈനും ചേർന്ന് ഇതിന്റെ ഒരു മാസ് പ്രൊഡക്ഷൻ ചെയ്യാം എന്നൊരു ഓഫറാണ് ഉക്രൈൻ അമേരിക്കയ്ക്ക് നൽകിയത്. ഈ രണ്ട് വാർത്തകളും ഒന്നോടൊന്ന് കണക്റ്റ് ആകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുടെ ഡിമാൻഡ് എന്താണ്? ഈ യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയുടെ പ്രിലിമിനറി ഡിമാൻഡ് എന്താണ്? കൂടാതെ ഉക്രൈൻ്റെ ഈ ഓഫർ എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്കൻ പ്രസിഡന്റും സെലൻസ്കിയും വൈറ്റ് ഹൗസിൽ വെച്ച് മീറ്റ് ചെയ്തു. ഇവർ കണ്ടുമുട്ടിയതിനു ശേഷം ആദ്യം പുറത്തു വന്ന വാർത്ത, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചൊരു വാർത്ത, ടോമഹോക്ക് ക്രൂയിസ് മിസൈൽസിനെ കുറിച്ചാണ്. കാരണം ടോമഹോക്കിനെ കുറിച്ചൊരു വലിയ ടോപ്പിക്, ഒരു ഡിബേറ്റ് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ടോമഹോക്ക് നൽകുമോ ഇല്ലയോ? ടോമഹോക്ക് എന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്രൂയിസ് മിസൈലാണ്. അതും അമേരിക്കയുടെ പക്കലുള്ളതാണ്. അപ്പോൾ ഉക്രൈൻ നൽകുകയാണെങ്കിൽ അവർ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേരിയന്റ് നൽകുമോ, അല്ലെങ്കിൽ തുടക്കത്തിൽ നിർമ്മിച്ച വേരിയൻസ് നൽകുമോ? ഇങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ ടോപ്പിക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു മീറ്റിംഗിന് ശേഷം ഈ ഒരു മിസൈലിനെ കുറിച്ചുള്ള ഏതൊരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മീറ്റിംഗ് നടന്ന് അവസാനിച്ചതിന് ശേഷം ഒരു പോസിറ്റീവായ അപ്രോച്ച് വരുന്നുണ്ട്. ഒന്ന് റഷ്യയുടെ പക്കൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ അവർ ഡിമാൻഡ് ചെയ്ത കാര്യം പ്രധാനമായും ഉക്രൈൻ്റെ സറണ്ടർ ആണ്. അതായത് സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ പലയിടങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. 1000 കിലോമീറ്റർ ഫ്രണ്ട് ലൈനിലാണ് ഇപ്പോൾ ആക്റ്റീവായി റഷ്യയും ഉക്രൈനും യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ സറണ്ടർ എന്ന വാക്ക് റഷ്യയുടെ ആ ഒരു പേരിനെ തന്നെ പോസിറ്റീവ് വേയിൽ പ്രൊജക്റ്റ് ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, 3 വർഷമായി യുദ്ധം സംഭവിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ്, ഇങ്ങനെ പുടിൻ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ആ ഒരു കണ്ടീഷന് നിങ്ങൾ സമ്മതിക്കുകയാണ്. ഉക്രൈൻ തങ്ങളുടെ ആയുധങ്ങൾ താഴെയിട്ട് സറണ്ടർ ആവുകയാണെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന വന്നാൽ എങ്ങനെ ഉണ്ടാകും? അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്രെംലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉക്രൈൻ സറണ്ടർ ആകണം. ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയറിന് വേണ്ടി മാത്രമല്ല, ഇത് വെച്ച് ഈ പുടിന്റെ ഇമേജിനെ റഷ്യക്ക് പുറത്തും ഇവരെ കൊണ്ട് ഉയർത്താൻ സാധിക്കും. നമ്മളിത് പദ്ധതിയിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഉക്രൈൻ സറണ്ടർ ആകാൻ ഒരുപാട് പ്രഷർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും സറണ്ടർ എന്ന വാക്ക് ഒരു യുദ്ധത്തിൽ വരികയാണെങ്കിൽ തന്നെ അത് ഓപ്പോസിറ്റ് ഉള്ള ആർമിക്ക് ഒരു വലിയ ബലം നൽകും. അപ്പോൾ ഉക്രൈൻ സറണ്ടർ നോക്കി പോകുമോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഉക്രൈൻ സറണ്ടർ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ സെലൻസ്കി പദവിയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അദ്ദേഹം ആ പദവിയിൽ ഉള്ളിടത്തോളം കാലം ഈ സറണ്ടറിനെ സമ്മതിക്കാനുള്ള സാധ്യതയില്ല. അതിപ്പോൾ അമേരിക്ക പ്രഷർ ചെയ്താലും ശരി, മറ്റു രാജ്യങ്ങളുടെ പ്രഷർ അവിടെ ഉണ്ടായാലും ശരി, ഉക്രൈൻ പ്രസിഡന്റ് സ്ഥാനത്ത് സെലൻസ്കി ഉള്ളിടത്തോളം കാലം ഈ സറണ്ടർ എന്ന വാക്കിന് അവിടെ യാതൊരു വിലയും ഉണ്ടാവുകയില്ല. അടുത്ത് ഈ ഡ്രോൺസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം ഈ ഡ്രോൺ വാർഫെയർ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയണം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇത് എത്രത്തോളം ഇവോൾവ് ആയി എന്നുള്ളത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇത് എന്തുകൊണ്ട് ഇത്രത്തോളം പ്രധാനപ്പെട്ട ടോപ്പിക്കായി മാറി എന്നുള്ളത് മനസ്സിലാകൂ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് അർമേനിയ, അസർബൈജാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള യുദ്ധമായിരുന്നു ഡ്രോൺ വാർഫെയറിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അതിൻ്റെ ഇവാലുവേഷൻ ഉണ്ടല്ലോ, അതായത് അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയത് അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണ് സംഭവിച്ചത്. 2022 മുൻപ് വരെയും ആംഡ് ഡ്രോൺസിനെ കുറിച്ചൊക്കെ ആരും അധികമായി വായിച്ചിട്ടുണ്ടാകില്ല, വാർത്തകളും കേട്ടിട്ടുണ്ടാകില്ല. എന്നാൽ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഓരോ ഇടങ്ങളിലും ഈ ഡ്രോണിനെ കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസം ഉയർന്നു വരാൻ തുടങ്ങി. 10-15 മില്യൺ വിലയുള്ള ഒരു മെയിൻ ബാറ്റിൽ ടാങ്കിനെ വെറും $1000 വിലയുള്ള ഒരു FPV ഡ്രോൺ വീഴ്ത്തി, ആക്രമിച്ചു, നശിപ്പിച്ചു. ഇതൊക്കെ ഒരു വലിയ ഹെഡ്ലൈനായി തന്നെ മാറി. റഷ്യയുടെ ടാങ്ക്സിനെയൊക്കെ ഉക്രൈൻ ഡ്രോണുകൾ തുടക്കത്തിൽ വിരട്ടി ഓടിച്ചു. അതായത് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ച് ഒരു 100 ടാങ്കിനെ നശിപ്പിച്ചാൽ ഇവർ ഈ ഡ്രോണുകളെ വെച്ച് നശിപ്പിച്ച ടാങ്കുകളുടെ എണ്ണം തന്നെ ആയിരക്കണക്കിനുണ്ട്. അതിപ്പോൾ രണ്ട് സൈഡിലും, റഷ്യൻ സൈഡിലായാലും ഉക്രൈൻ സൈഡിലായാലും. റഷ്യയുടെ പ്രൈസ്ഡ് ടാങ്ക്സിനെ എങ്ങനെയാണ് ഉക്രൈൻ ആക്രമിച്ചത്, അതുപോലെ തന്നെ അമേരിക്കയുടെ ടാങ്ക്സിനെ M1 അബ്രാംസ്,
UK ചലഞ്ചർ, ജർമ്മനിയുടെ ലെപ്പേർഡ്, ഇവയെ പോലും ചില ഡോളർ മാത്രം വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ നശിപ്പിച്ചു. അപ്പോൾ ഇതിനെ രണ്ട് വിധത്തിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഈ ഡ്രോൺ വാർഫെയറിനെ സംബന്ധിച്ചിടത്തോളം ഒഫൻസീവ്, ഡിഫൻസീവ്. മൂന്നാമതായി ഒരു കാറ്റഗറി ഉണ്ട്, ആന്റി ഡ്രോൺ ഓപ്പറേഷൻസിന് വേണ്ടി ഡ്രോണുകളെ എങ്ങനെ ഉപയോഗിക്കാമെന്നൊരു കാറ്റഗറി. ഒഫൻസീവ് ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഉക്രൈൻ സ്ട്രൈക്ക് ചെയ്ത മാക്സിമം റേഞ്ച് നോക്കിയാൽ 2000 കിലോമീറ്ററും കഴിഞ്ഞ്, ഉക്രൈൻ ഫ്രണ്ട് ലൈനിൽ നിന്നും 2000 കിലോമീറ്റർ കഴിഞ്ഞ് റഷ്യയുടെ ഒരു റഡാർ സ്റ്റേഷനെ ഇവർ ഈ ഡ്രോൺ സ്ട്രൈക്ക് വഴി നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കി. കാരണം റഷ്യ എന്നത് മുഴുവനായും ഈ ഓവർലാപ്പിംഗ് റഡാർസ് വഴി നിരീക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. എന്നിട്ട് കൂടിയും ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞു വന്ന് അൺഡിറ്റക്റ്റബിളായി എങ്ങനെ ഇവരെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞു? ഇതൊരു വലിയ ഞെട്ടൽ തന്നെ റഷ്യയ്ക്കുള്ളിൽ ഉണ്ടാക്കി. അത്രത്തോളം ക്യാപ്പബിളായ ഡ്രോൺസ് ഉക്രൈൻ്റെ പക്കലുണ്ട്. ലോ ഒബ്സർവബിൾ ഡ്രോൺസ് എന്ന് പറയും, LOD. പ്രധാനമായും ഇതിനെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാർഡ്ബോർഡ്, ചില കട്ടകൾ, ഇതെല്ലാം ഉപയോഗിച്ച് DY ഡ്രോൺസ് പോലെ വളരെ ലോങ് റേഞ്ച് പോകുവാൻ വേണ്ടി ഉക്രൈൻ സൈന്യവുമായി ചേർന്ന് നിർമ്മിച്ചതാണ്. ഇത് ഒഫൻസീവ് ഓപ്പറേഷന് വേണ്ടിയാണ്. ഇനി ഡിഫൻസീവ് ഓപ്പറേഷന് സ്വാം ഡ്രോൺ കൂട്ടം ഉപയോഗിച്ച് ഈ അകത്തേക്ക് വരുന്ന മിസൈലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വാങ്ങും, അല്ലെങ്കിൽ മിസൈൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ ഉക്രൈനിലുണ്ട്, നിങ്ങളുടെ പക്കൽ ഒരു ഡ്രോൺ ഉണ്ടെന്ന് ചിന്തിക്കുക. ആ ഡ്രോണിനെ ആകാശത്തിൽ പറത്തി ആ സൈഡിലുള്ള ക്രൂയിസ് മിസൈൽസിൻ്റെ മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ശത്രു രാജ്യത്തിൻ്റെ ഹെലികോപ്റ്ററിനെ കുറിച്ചുള്ള മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം ശേഖരിച്ച് ഡയറക്റ്റ് ആർമിയുമായി ഷെയർ ചെയ്യാൻ കഴിയും. ഇത് തുടക്കത്തിൽ പബ്ലിക് ഇനിഷ്യേറ്റീവായി ആരംഭിക്കുകയും പിന്നീട് അതിനെ സൈന്യത്തിൽ ചേർക്കുകയും ചെയ്തു. ഈ ഡ്രോണിനെ നേരിട്ട് കൊണ്ടുപോയി ഹെലികോപ്റ്ററിൽ ഇടിപ്പിക്കുക, ഇങ്ങനെ വലിയ ലോസസ് തന്നെ റഷ്യയ്ക്ക് സംഭവിച്ചിരുന്നു. മൂന്നാമതായി ഉള്ളത് ആൻറ്റി ഡ്രോൺ ഓപ്പറേഷൻ. ഒരു ഡ്രോൺ ഉപയോഗിച്ച് എങ്ങനെ മറ്റൊരു ഡ്രോണിനെ വീഴ്ത്താം? ബേസിക്കായി പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ വന്നിട്ടുണ്ടാകും. ആകാശത്തിൽ ഒരു ഡ്രോൺ പറക്കും. ഈ ഡ്രോണിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകം ഡ്രോൺ ക്യാച്ചിങ് നെറ്റ്സ് ഉണ്ട്. അത് ഡെപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയും ചില ഡ്രോണുകളുണ്ട്. ഇപ്പോൾ ഒരു ഡ്രോൺ പറക്കുന്നു എന്ന് ചിന്തിക്കുക. മുകളിലായി ഈ ഡ്രോണിനെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഡ്രോൺ പറക്കും. ആ ഡ്രോൺ മുകളിൽ നിന്നും ഒരു വല വീശിയെറിയും. ആ വല ആ ഡ്രോണുമായി അറ്റാച്ച് ആയിരിക്കും. ഈ വല നേരെ താഴെ വന്ന് താഴെയുള്ള ഈ ഡ്രോണിൻ്റെ വിങ്സിൽ വീഴുകയാണ്. അതിൻ്റെ ആ ചിറകിൽ വീണാൽ ആ ഡ്രോൺ വലയിൽ അകപ്പെട്ട് താഴെ വീഴും. ഇതാണ് ബേസിക്കായ മെത്തേഡ്. ഒരു ഡ്രോൺ ഉപയോഗിച്ച് മറ്റൊരു ഡ്രോണിനെ വീഴ്ത്താനുള്ള ബേസിക് മെത്തേഡ് ഇതാണ്. ഇതുകൂടാതെ ഇലക്ട്രോണിക് ജാമിംഗ്, സോഫ്റ്റ് കിൽ മെത്തേഡിലൊക്കെ ഇതിനെ താഴെ ഇറക്കാം. പക്ഷേ ഉക്രൈൻ മറ്റൊരു സംഭവം ഇവിടെ ചെയ്തു. അവർ ചെയ്തത്, ഒരു ഡ്രോൺ പറക്കുകയാണെന്ന് ചിന്തിക്കുക, ആ ഡ്രോണിനെ വീഴ്ത്തണം. ഇലക്ട്രോണിക് ജാമിംഗ് ഉക്രൈൻ്റെ പക്കലില്ല. അപ്പോൾ അതിനെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി, അതിനെ ആക്രമിച്ച് വീഴ്ത്തുക. ഒരു ഡ്രോണിനെ കൊണ്ടുപോയി മറ്റൊരു ഡ്രോണിൽ കൂട്ടിമുട്ടി നശിപ്പിക്കുക. അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം വളരെ മെനുവർ ചെയ്യുന്ന ഡ്രോൺസ് ആണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് സിമ്പിളായി ഒരേ ഒരു കാര്യം മാത്രം അവർ ചെയ്തു. ഒരേ ഒരു സ്റ്റിക്ക് അതിൽ കെട്ടി. അതായത് ഈ മാനുഫാക്ചർ ചെയ്ത സ്റ്റിക്ക് പോലുമല്ല, സാധാരണ ഒരു ചുള്ളിക്കമ്പ്, അത് ആ ഡ്രോണിൽ കെട്ടി. എന്നിട്ട് അതിനെ കൊണ്ടുപോയി മറ്റൊരു ഡ്രോണിൽ ഇടിപ്പിച്ചു. അങ്ങനെ ആ ഡ്രോണിനെ ന്യൂട്രലൈസ് ചെയ്തു. ഇതിനെ ഇവർ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കൊണ്ടുപോയി. M66 സീരീസിലുള്ള ഷോട്ട് ഗൺ. ഈ ഷോട്ട് ഗണ്ണിനെ ആ ഡ്രോണിൻ്റെ സോഫ്റ്റ്വെയറുമായി കണക്ട് ചെയ്ത് ആ ഡ്രോണിൻ്റെ ടാർഗറ്റിംഗ് സിസ്റ്റമാക്കി ഇതിനെ മാറ്റി. ആ ഡ്രോൺ തൊട്ടടുത്ത് വരുമ്പോൾ അതിനെ വെടിവെച്ച് വീഴ്ത്തുന്ന രീതിയിൽ ഈ ഷോട്ട് ഗണ്ണിനെ അതിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രത്തോളം അപ്ഗ്രേഡഡ് മെക്കാനിസം ഉക്രൈൻ്റെ പക്കലുണ്ട്. ഉക്രൈൻ്റെ പക്കലുള്ള ചില മേജർ ഡ്രോൺ കാറ്റഗറീസ് നോക്കിയാൽ 10 ടൈപ്പ് ഓഫ് ഡ്രോൺസ് ഇവർ ആഭ്യന്തരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ ഡ്രോൺസും വളരെ ലോങ് റേഞ്ച് പോകാൻ കഴിവുള്ളതാണ്. റഷ്യക്കെതിരെ പ്രൂവ് ചെയ്യപ്പെട്ട ഡ്രോൺസുമാണ്. ഇത് വാങ്ങാനുള്ളൊരു ഓഫർ, അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഓഫറാണ് ഉക്രൈൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയത്. ആദ്യത്തേത് ലെലേക്ക 11 സീരീസിലുള്ളത്. ഇതിനെ AK സ്റ്റോക്ക് എന്നും പറയും. അടുത്തത് റാം ഫാമിലിയിലുള്ളതാണ്, റാം 2, റാം 2X. അടുത്തത് പനിഷർ UA. അടുത്തത് UAS സെത്ത്. അടുത്തത് ഷാർക്ക് മിനി. അടുത്തത് AMC1 കാറ്റഗറിയിലുള്ളത്. ഏഴാമത്തേത് സിസോണിയ ഡ്രോൺസ്. അടുത്തത് ലേലേക്ക എല്ലാ ഡ്രോൺസ് ആണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാറ്റഗറീസ് ഉണ്ട്. അടുത്ത മറ്റ് പ്രധാനപ്പെട്ട ചില ഡ്രോൺസ് കൂടെ ഉണ്ട്. ലോക്കലായി ഇവർ നിർമ്മിച്ച ഡ്രോൺസ് ആണ്. അത് ഷേവ്ദിഖ, AN-196. 2 പ്രധാനപ്പെട്ട ലോങ് റേഞ്ച് ഡ്രോൺസ്. ഇങ്ങനെ 10-11 കാറ്റഗറിയിൽ ഇവർ നിർമ്മിച്ചിരുന്നു. ഇതിൽ ടോപ്പ് 3 കാറ്റഗറിയിലുള്ളത് സിസോണിയ, ഷാക്ക്, ലേലക്ക സീരീസിലുള്ളതാണ്. ഈ റാം സീരീസിലുള്ള ഡ്രോൺസ് ഒക്കെ കൂടുതൽ എക്സ്പ്ലോസീവ്സ് കൊണ്ടുപോകുന്ന രീതിയിൽ ജെറ്റ് പവേർഡ് ഡ്രോൺസായി നിർമ്മിക്കുന്നുണ്ട്. ഇവയെല്ലാം റഷ്യക്കെതിരെയുള്ള സ്ട്രൈക്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വശത്ത് റഷ്യ ഇതിനെയെല്ലാം വീഴ്ത്തിയിട്ടുമുണ്ട്. അതും ശരിക്കും സംഭവിച്ചതാണ്. പക്ഷേ ഇവയൊക്കെ വീഴ്ത്തുന്നതിന് മുൻപ്
ലോ ഒബ്സർവബിൾ മോഡിൽ ഈ ഡ്രോണുകൾ റഷ്യക്കെതിരെയുള്ള ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൽ ഒരുപാട് ഡീകോയ് ഡ്രോൺസും ഉണ്ട്. അമേരിക്ക അവരുടെ ഡ്രോൺസ് നിർമ്മിക്കാൻ എത്രത്തോളമാണോ പണം ചിലവാക്കുന്നത് അതിന്റെ 20-1 മടങ്ങ് മാത്രം മതി ഉക്രൈൻ ഈ ഡ്രോണുകൾ നിർമ്മിക്കാൻ. ഈ ഹെയിൽ UAV, മെയിൽ UAV എന്നൊക്കെ പറയുമല്ലോ, ഹൈ ആൾട്ടിറ്റ്യൂഡ്, മീഡിയം ആൾട്ടിറ്റ്യൂഡ് ഡ്രോൺസ്. ഈ ഡ്രോണുകൾക്കൊന്നും സമാനമായി ഇതിന് കണ്ടില്ലെങ്കിൽ പോലും ഇതിന് നൽകിയിട്ടുള്ള സ്പെഷ്യൽ റോൾ, സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിൽ ഇത് വളരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കും. അതായത് റഷ്യക്കെതിരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ റഷ്യയുടെ ഒരു റഫനറി ആക്രമിക്കപ്പെട്ടല്ലോ, ഈ ക്രസ്നോഡ റീജിയനിലുള്ള റഫനറി. ആ റഫനറിക്കെതിരെയും ഈ ഷാർക്ക് ഡ്രോൺസിനാണ് ഉപയോഗിച്ചത്. അകത്ത് മൊത്തം 11 ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്. അതിൽ 8 ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തി. 3 ഡ്രോണുകളിൽ 2 ഡ്രോൺ എക്സ്പ്ലോസീവ്സോടുകൂടിയാണ് അകത്തേക്ക് പോയത്. അത് സ്റ്റോറേജ് ടാങ്ക്സിൽ ചെന്ന് വീഴുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. മറ്റൊരു ഡ്രോൺ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇതവിടെ ചെയ്തത്, ഒരു പക്ഷേ നമ്മൾ ഈ ഡ്രോൺ അവിടെ അയച്ചു, അത് പൊട്ടിത്തെറിച്ചു, വലിയ എക്സ്പ്ലോഷൻ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ചെയ്യണമെന്നുള്ളതിന് വേണ്ടി ഫ്ലേമബിൾ മെറ്റീരിയൽസ്, ഈ അലുമിനിയം ഓക്സൈഡ് പോലുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോയി ആ റഫനറീസിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുവേണ്ടി ഒരു ഡ്രോൺ അയച്ചിട്ടുണ്ട്. ഇത് താഴെ വീഴുമ്പോൾ പൊട്ടിത്തെറിച്ച് വലിയൊരു നാശം അവിടെ ഉണ്ടാക്കും. അതിപ്പോൾ ഇലക്ട്രോണിക് ജാമിംഗ് വഴി ഡൗൺ ചെയ്താലും ശരി, അല്ലെങ്കിൽ അതിനെ ഹാർഡ് കിൽ മെത്തേഡ് വഴി വെടിവെച്ച് വീഴ്ത്തിയാലും ശരി, അത് താഴെ വീണാൽ തന്നെ പൊട്ടിത്തെറി ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും കത്തി നശിക്കാൻ തുടങ്ങും. അത്ര പെട്ടെന്ന് നമുക്ക് ആ നാശം തടയാൻ കഴിയില്ല. അപ്പോൾ ഉക്രൈന് വലിയ സഹായകമായ ഡ്രോൺസുകളാണ് ഇവയെല്ലാം. ഇത്തരം ഡ്രോണുകളെ അമേരിക്കയ്ക്ക് ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉക്രൈൻ്റെ ഓഫർ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇതിനകം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉക്രൈൻ ഡ്രോണുകളെ വാങ്ങാൻ വേണ്ടിയല്ല, ഉക്രൈൻ്റെ ഐഡിയാസിനെ വാങ്ങാൻ. കാരണം ഇന്നത്തെ ഡ്രോൺ വാർഫെയറിൽ ഉക്രൈൻ ഒരു വലിയ ബ്രെയിൻ ആണ്. അവരുടെ പക്കൽ പ്രോപ്പറായി എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് അമേരിക്ക ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയില്ലെങ്കിൽ കൂടിയും അവരുടെ എക്സ്പീരിയൻസ് അമേരിക്ക അവരുടെ ഡ്രോണുകൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് ഭാവിയിലുള്ള വാർഫെയറിൽ അമേരിക്കയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പാഠമായി തന്നെ മാറും. അപ്പോൾ ഈ 2 വിഭാഗവും യുദ്ധത്തെ അവസാനിപ്പിക്കാൻ അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനായി അല്പം ക്ലോസ് ആയി വന്നിട്ടുണ്ട്. അടുത്ത് ഹംഗേരിയിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കും, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇടയിൽ. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. പുതുതായി ഒരു ലൊക്കേഷൻ പറയുമെന്ന വാർത്ത വന്നിട്ടുണ്ട്. ഈ മീറ്റിംഗ് എപ്പോൾ നടക്കും, എവിടെ വെച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു, ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മീറ്റിംഗിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് ലഭിക്കാം. യുദ്ധം അവസാനിപ്പിക്കാൻ സറണ്ടർ എന്ന വാക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയാണെങ്കിൽ അത് ട്രംപ് അക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. കാരണം എന്നാൽ ഇതിന് പുറകിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പോക്രോവസ്ക്. ഇത് ഏകദേശം വീണിട്ടുണ്ട്. 1 വർഷമായി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പോക്രോവസിനെ ഇന്ന് പിടിക്കും, നാളെ പിടിക്കുമെന്ന്. പക്ഷെ ഇതുവരെയും പിടിച്ചെടുത്തിട്ടില്ല. പോക്രോവസിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ റഷ്യയുടെ സ്ട്രാറ്റജി മാറിയതാണോ, അല്ലെങ്കിൽ അവിടെ ഉക്രൈൻ കൂടുതലായും റെസിസ്റ്റ് ചെയ്തോ എന്നൊന്നും അറിയില്ല. എപ്പോഴാണോ പോക്രോവസിനെ ഉക്രൈൻ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം അതിനടുത്തുള്ള 490 സ്ക്വയർ കിലോമീറ്ററിലും കൂടുതൽ പ്രദേശങ്ങൾ റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.